ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വെളിയിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള സാധനമാണ് ചാർജ് ഇല്ലാതെ പലപ്പോഴും നമ്മൾ പല യാത്രക്കിടയിലുമൊക്കെ പലരിടത്തു നിന്ന് മൊബൈൽ വാങ്ങിച്ച് പല സ്ഥലങ്ങളിലേക്കൊക്കെ വിളിക്കേണ്ട ഗതികേട് നമുക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന കാലത്താണെങ്കിൽ നമ്മൾ സിൻസിയറായിട്ട് പോലും നമ്മൾ ആരുടെ ആയിരുന്നാലും മൊബൈൽ ഒന്ന് കോൾ ചെയ്യാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് മൊബൈൽ തരത്തില്ല. കാരണം അത്രമാത്രം പ്രശ്നങ്ങളാണെന്ന് ഉണ്ടാകുന്നത്. എന്നാൽ നമുക്ക് പലപ്പോഴും പബ്ലിക് ചാർജിങ് സ്റ്റേഷനുകളിൽ നിന്ന് ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അതായത് പലപ്പോഴും നമ്മൾ ഈ മൊബൈൽ ഫോണിൻ്റെ ചാർജർ ക്യാരി ചെയ്യാറില്ല നമ്മളോട് കൂടെ. നമ്മൾക്ക് ഏതെങ്കിലും ഒരു ചാർജർ കിട്ടുവാണെങ്കിൽ നമ്മൾ ആ ചാർജറിലാണ് ഇന്നും അനേക ആൾക്കാർ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡാറ്റ ലീക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതെങ്കിലും ഹാക്കർമാരൊക്കെ പല സ്ഥലങ്ങളിലും ചാർജിങ് പോർട്ടിലൊക്കെ കുത്തിയിട്ട് പോകും. ആ ചാർജറിൽ ആരെങ്കിലും അവരുടെ മൊബൈലിൽ ചാർജ് ചെയ്യാൻ വെക്കുന്നുണ്ടെങ്കിൽ ആ ഡാറ്റയും ചിലപ്പം ലീക്ക് ആവാൻ വേണ്ടി സാധ്യതയുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ഫോണും നമ്മുടെ ഡാറ്റയും ഇങ്ങനെയുള്ള ഹാക്കേഴ്സിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ കാണിക്കുന്നത്. നിസ്സാരമായ 2 സ്റ്റെപ്പുകളാണ് നമ്മുടെ ഡാറ്റ ഒരിക്കലും ലീക്ക് ആകാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരിക്കലും നമ്മുടെ ഡാറ്റ ഒരിക്കലും ലീക്ക് ആവത്തില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണുക അവസാനം വരെ. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും പബ്ലിക് സ്റ്റേഷനിലാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്താൽ മാത്രം മതി. നമ്മുടെ ഡാറ്റയൊന്നും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണിലെ ഈ ട്രാൻസ്ഫർ മീഡിയ ഫയൽസ് USB എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തേച്ച് ഇതിൻ്റെ ഈ ഭാഗത്ത് ചാർജിങ് ഫോൺ ഓൺലി എന്നുള്ള മോഡ് ഇടുക. ഇപ്പം നമ്മൾ ഡിവൈസ് പല സ്ഥലങ്ങളിൽ കണക്ട് ചെയ്ത് മൊബൈൽ ഹോട്ട്സ്പോട്ടിനും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പല ലാപ്ടോപ്പുകളിലൊക്കെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ബേസിക്കായിട്ട് അതിൻ്റെ ഡീഫോൾട്ടായിട്ട് ചിലപ്പോൾ ട്രാൻസ്ഫറിങ് ഫയൽ ആൻഡ്രോയിഡ് ഓട്ടോ എന്നുള്ള മോഡിലായിരിക്കും കിടക്കുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ഫറിങ് ഇമേജസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള മിഡി ഇതിനകത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ കഴിക്കുന്നത്, ഓരോരുത്തർ യൂസ് ചെയ്യുന്ന പോലെ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും പബ്ലിക് ചാർജിങ് സ്റ്റേഷനുകളിൽ നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ആദ്യം ചാർജിങ് ഫോൺ ഓൺലി എന്ന് പറഞ്ഞ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന് ചെയ്യേണ്ട കാര്യം രണ്ടാമത്തേന്ന് പറഞ്ഞാൽ USB കൺട്രോൾഡ് ബൈ ദിസ് ഡിവൈസ് എന്ന് കൊടുക്കുക. അപ്പോൾ പലപ്പോഴും നമ്മുടേതിനകത്ത് മൊബൈലിൽ കിടക്കുന്നത് കണക്റ്റഡ് ഡിവൈസ് എന്നായിരിക്കും. നമ്മൾ ഏത് ഡിവൈസാണോ നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ആ ഡിവൈസ് ആയിരിക്കും നമ്മുടെ മൊബൈലിൻ്റേതായ ഡാറ്റ ഡൗൺലോഡും അപ്ലോഡും അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ ഡാറ്റയെല്ലാം ഒരാളുടെ കയ്യിലെത്താൻ വേണ്ടിയിട്ട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഏത് പബ്ലിക് സ്റ്റേഷനിൽ നമ്മൾ ചാർജ് ചെയ്യുമ്പോഴാണെങ്കിലും ഈ ചാർജിങ് ഫോൺ ഓൺലിയും USB കൺട്രോൾഡ് ബൈ ദിസ് ഡിവൈസ് എന്നുള്ള ഈ 2 ഓപ്ഷൻ നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ പബ്ലിക് സ്റ്റേഷനുകളിൽ മൊബൈലിൽ ചാർജ് കുത്തിയിട്ട് നമ്മൾ അവിടുന്ന് തന്നെ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. ഫോൺ ലോക്ക് ചെയ്തിട്ട് വെക്കുക. ഫോൺ ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഫോൺ ചാർജ് ഏകദേശം നമുക്ക് എത്ര ചാർജ് ആവശ്യമുണ്ട് അത്രയും ചാർജ് ആയതിനു ശേഷം മൊബൈൽ ചാർജറിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ വന്നാൽ നമ്മുടെ ഡാറ്റ ഒരിക്കലും മറ്റുള്ളവരുടെ കയ്യിൽ ഒരിക്കലും എത്തിപ്പെടാൻ വേണ്ടിയിട്ട് സാധ്യത വരത്തില്ല.